ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിന്നൊരു കുഴക്കട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അമ്മമാൻ്റെ രീതിയിലൊന്ന് ഉണ്ടാക്കി തന്നതാണ്. അപ്പം നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കലെന്ന് കമൻറ്റ് ചെയ്യണം. ഉണ്ടാക്കാത്ത ആൾക്കാർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ പത്തിരിക്കൊക്കെ പൊടിച്ച് വെക്കുന്ന അരിപ്പൊടി, ആ അരിപ്പൊടി വാട്ടിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അത് ഉണ്ടാക്കിയെടുത്തിട്ട് അതൊന്ന് കഴിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കണ മാതിരി നല്ലപോലെ വാട്ടി നല്ല കുഴച്ച് നല്ല മണം വരണം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. മമ്മ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ പൊടി ഞാനൊന്ന് ഇളക്കി കൊടുത്തു മാത്രം വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ആ വെള്ളമൊക്കെ ഇതിക്ക് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വെള്ളം ഓവറായാൽ പിന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാനും കുഴച്ചെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടേക്കാറ് കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞു പോയാലും നമുക്ക് കയ്യിലൊക്കെ വെള്ളമാക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ പൊടിയൊക്കെ വാട്ടിയിട്ട് ഞാനിവിടെ റേക്കിലിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ചൂട് കൊടുക്കാൻ തന്നെ കുഴച്ചെടുക്കുകയാണ്. മമ്മ ചൂടാറിയിട്ട് കുഴക്കാറുണ്ടപ്പോൾ അല്ല കുഴച്ചെടുക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അയക്കണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് തൊട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒക്കെ ആയിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ഒന്ന് നീട്ടിയിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണേ ഉരുളനേക്കായും കുറച്ചും കൂടെ അധികമായിട്ടൊരു ഓരോ ഉരുള ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ നമ്മൾ അതിങ്ങനെ പൂവടയൊക്കെ ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് അത് കൂട്ടിയിട്ട് പിന്നെയും അതൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കിയതാ. ഇതുപോലെ ഓരോ ഉരുളകളെടുക്കുക. പിന്നെ വലിയതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലിയ ഉരുളായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും ഉരുട്ടി വെച്ചതിൻ്റെ ശേഷമാണ് തേങ്ങ ചിരവി എടുക്കുന്നത് കേട്ടോ. ഇനി തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ശർക്കര മെൽറ്റാക്കിയിട്ട് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് ചെയ്യണത്. അപ്പോൾ ഇതാ ശർക്കരയൊക്കെ കുത്തി പൊടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും വിചാരിച്ചിട്ട്. അപ്പോൾ അത് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ശർക്കരയൊക്കെ ഉരുകി മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു നുള്ളി ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ ശർക്കരയൊക്കെ ഉരുകി റെഡിയായി വന്നപ്പോൾ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പത്തിന് മമ്മ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഉരുളകളൊക്കെ ഒന്ന് പിന്നെ നമ്മൾ പൂവടക്ക് ഒരു വട്ടം ഉണ്ടാക്കി വെക്കുമല്ലോ, അതുപോലെ ഒരു തൊപ്പി മാതിരി ഉണ്ടാക്കി വെക്കും, അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ തേങ്ങയും ശർക്കരയും കൂടി നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് പോവണം കേട്ടോ. ചൂട് പോയാൽ ചൂട് കൊടുക്കാൻ ഇതിലാക്കുമ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടേക്കാരം കേട്ടോ. അപ്പോൾ ഞാൻ ചൂട് പോകാൻ വേണ്ടിയിട്ട് പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മളിത് എല്ലാ ഭാഗവും കൂട്ടി കൊടുത്തിട്ട് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം അമ്മ ഉണ്ടാക്കുമ്പോഴത്തേന് ഞാനിതാ ഇഡ്ഡലി തട്ടിൽ ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിന് മുകളിൽ തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓരോന്നും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരൻ്റെ നീര് ആയിട്ടാണ് കേട്ടോ. പിന്നെ ചിലത് ഒരു കാപ്പി കളറായിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതൊക്കെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് നേരം ചെയ്താൽ മതി, കാരണം അത് നമ്മൾ വേവിച്ച പൊടിയാണല്ലോ. അപ്പോൾ ഇതിൽ ഒട്ടിപ്പോവുകയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ആവിയൊക്കെ കയറിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ ഇത് വെന്തിട്ടുണ്ട്. ഞാനൊരു 5-6 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഓരോന്നിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒട്ടണമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതോരോന്നായിട്ട് അതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടുണ്ടോ. ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. നമ്മൾ പൂവടയൊക്കെ ഉണ്ടാക്കിയെടുക്കണ മാതിരി തന്നെയാണ്. വൈകുന്നേരമൊക്കെ ഇത് ഉണ്ടാക്കിയാൽ ഇതൊന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ചായക്കൊക്കെ കടിയൊക്കെ ആയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ മമ്മ ഇരുന്ന് കഴിച്ച് നോക്കണുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഞാൻ ടേസ്റ്റ് ഉണ്ടോ ചോദിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടല്ലേ കഴിക്കണേ, ഞാനൊക്കെ ഇത് എപ്പോഴും ഉണ്ടാക്കി കഴിക്കണതാണെന്നൊക്കെ പറയണത് കേട്ടോ. അമ്മമ്മ ഇരുന്നിട്ട് അമ്മമ്മക്ക് പിന്നെ പൊരിച്ച കടികളോടൊന്നും അത്ര താല്പര്യമില്ല, ഇങ്ങനത്തെ ഒക്കെ കടികളാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.